സഹോദരനെ രക്ഷിക്കാൻ പിറവിയെടുത്തവൾ. അതെ, കാവ്യ എന്ന ഈ പൊന്നുമോളുടെ ജനനത്തിന്റെ ഉദ്ദേശം അവളുടെ സഹോദരന്റെ ജീവൻ രക്ഷിക്കുക എന്നതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ രക്ഷക കൂടപ്പിറപ്പാണ് കാവ്യ. തന്റെ സഹോദരനായ അഭിജിത്തിന്റെ ജീവൻ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ലാത്തതിനാൽ മാതാപിതാക്കൾ ഡോക്ടർമാരുടെ സഹായത്തോടെ ജനിപ്പിച്ച കുഞ്ഞാണ് കാവ്യ. തികച്ചും അവിശ്വസനീയമായ കാവ്യയുടെയും അഭിജിത്തിന്റെയും ജീവിത കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഹമ്മദാബാദ്കാരനായ സഹദേവ് സിംഗ് സോളങ്കിയുടെ രണ്ടാമത്തെ മകനായാണ് അഭിജിത്ത് ജനിക്കുന്നത്. അഭിജിത്തിന് ജനിക്കുമ്പോൾ പറയത്തക്ക ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. എന്നാൽ 10 മാസങ്ങൾക്കു ശേഷം ഒരു ചെറിയ ജലദോഷപ്പനിക്ക് വേണ്ടി ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് കുഞ്ഞിന് കടുത്ത വിളർച്ചയുണ്ടെന്ന കാര്യം ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നത്. തുടർന്നുള്ള പരിശോധനകളിൽ കുഞ്ഞിന് ബീറ്റ തലാസീമിയ മേജർ എന്ന രോഗമാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടു. 2 ആഴ്ചകൾ ഇടവിട്ട് രക്തം കയറ്റുക എന്നത് മാത്രമാണ് പ്രതിവിധി എന്ന ഡോക്ടർമാർ വിധിയെഴുതി. കൂടാതെ പരമാവധി 30 വയസ്സുവരെ മാത്രമേ കുഞ്ഞിനെ ജീവിച്ചിരിക്കാൻ കഴിയൂവെന്നും ഡോക്ടർമാർ പറഞ്ഞു. ഒരു ആൺകുഞ്ഞ് പിറന്നതിന്റെ സന്തോഷമെല്ലാം കെട്ടടങ്ങിയ നിമിഷമായിരുന്നു അത്. പക്ഷേ തങ്ങളുടെ കുഞ്ഞിനെ വിധിക്ക് വിട്ടുകൊടുക്കാൻ ആ മാതാപിതാക്കൾ തയ്യാറായിരുന്നില്ല. അവനെ രക്ഷിച്ചെടുക്കാനുള്ള സകല വഴികളും അവർ തേടി. ഒടുവിൽ മജ്ജ മാറ്റിവെക്കൽ എന്ന പ്രക്രിയയിലൂടെ രോഗം സുഖപ്പെടുത്താമെന്നവർ കണ്ടെത്തി. പക്ഷേ അതൊരു നിസ്സാര കാര്യമായിരുന്നില്ല. സാധാരണയായി അച്ഛൻ, അമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്നിവർക്കാണ് മൂലകോശങ്ങൾ ദാനം ചെയ്യാൻ സാധിക്കുക. പക്ഷേ ഈ 3 പേരുടെയും മൂലകോശങ്ങൾ കുഞ്ഞിനെ ചേരാതെ വന്നു. പ്രതീക്ഷകളെല്ലാം കൈവിട്ട നിമിഷമായിരുന്നു അത്. അങ്ങനെ ഇരിക്കെയാണ് സഹദേവ് സിംഗ് ഒരു ലേഖനം വായിക്കാനിടയായത്. മുതിർന്ന കുട്ടിക്ക് അവയവങ്ങളും കോശങ്ങളും ബോൺമാരോയും ഒക്കെ നൽകാനായി ഒരു കുട്ടിയെ ജനിപ്പിക്കുക എന്ന പ്രക്രിയയായിരുന്നു അത്. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് അതൊരു പിടിവള്ളിയായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യയിലെ പ്രശസ്ത വന്ധ്യതാ സ്പെഷ്യലിസ്റ്റുകളിൽ ഒരാളായ ഡോക്ടർ മനീഷ് ബാങ്കറയെ സമീപിച്ചത്. ഈ സാങ്കേതിക വിദ്യയെ പ്രീ ഇംപ്ലാന്റേഷൻ ജനറ്റിക് ഡയഗ്നോസിസ് എന്നാണ് വിളിക്കുന്നത്. രോഗകാരണമായ ജീനിനെ ഭ്രൂണത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്നതാണിത്. വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു പ്രക്രിയയാണിത്. ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു രക്ഷക കൂടപ്പിറപ്പിനെ ജനിപ്പിക്കുന്നത്. ഗർഭപാത്രത്തിൽ ഭ്രൂണം നിക്ഷേപിക്കുന്നതിന് മുമ്പ് തന്നെ ജനിതക രോഗനിർണയം നടത്താൻ സാധിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഈ ഭ്രൂണം സൃഷ്ടിച്ചെടുക്കാൻ തനിക്ക് 6 മാസം വേണ്ടി വന്നു എന്നാണ് ഡോക്ടർ ബാങ്കർ പറഞ്ഞത്. അഭിജിത്തിന് ചേരുന്ന തരത്തിൽ വേണമായിരുന്നു അത് തയ്യാറാക്കാൻ. ഒടുവിൽ അത് ലഭിച്ചു എന്ന് മനസ്സിലായപ്പോൾ അത് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയായിരുന്നു. അങ്ങനെ മാസങ്ങൾക്കു ശേഷം തന്റെ സഹോദരന്റെ ജീവൻ രക്ഷിക്കാനായി അവൾ പിറവിയെടുത്തു. കാവ്യയുടെ ജനനത്തിനു ശേഷം 18 മാസത്തോളം കാത്തിരിക്കാനായിരുന്നു അവരുടെ തീരുമാനം. കുഞ്ഞിന് 10 മുതൽ 12 കിലോ വരെ തൂക്കം വെക്കാനായിരുന്നു അത്. അങ്ങനെ ഏകദേശം 1.5 വർഷത്തിനു ശേഷമാണ് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നത്. അഭിജിത്തിന്റെ ശരീരം അത് വിജയകരമായി തന്നെ സ്വീകരിച്ചു. തുടർന്ന് അഭിജിത്തിന് രക്തം മാറ്റേണ്ട ആവശ്യം വന്നില്ല. ഹീമോഗ്ലോബിന്റെ നില സാധാരണഗതിയിലേക്ക് എത്തുകയും ചെയ്തു. 2 കുട്ടികളും പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുന്നുവെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. കാവ്യയുടെ കടന്നുവരവ് തന്റെ കുടുംബജീവിതം മാറ്റിമറിച്ചുവെന്നാണ് സഹദേവ് സിംഗ് പറഞ്ഞത്. തങ്ങളുടെ മറ്റു കുട്ടികളെക്കാൾ തങ്ങൾ അവളെ സ്നേഹിക്കുന്നു. അവൾ അഭിജിത്തിന്റെ മാത്രമല്ല കുടുംബത്തിന്റെ കൂടി രക്ഷകയാണ്. എന്നാൽ ഈ മാതാപിതാക്കളുടെ ഉദ്ദേശത്തെ ചിലരെങ്കിലും ചോദ്യം ചെയ്തും രംഗത്ത് വന്നിട്ടുണ്ട്. ഈ രീതി ഉപയോഗിച്ച് എങ്ങനെയുള്ള കുട്ടികൾ ജനിക്കണം, എങ്ങനെയുള്ളവർ ജനിക്കേണ്ടതില്ല എന്ന് നമുക്ക് തന്നെ തീരുമാനിക്കാം. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ ഉപയോഗിക്കേണ്ട ഒരു അറിവാണിത്. ഈ രക്ഷകർ നേരിടുന്ന പ്രശ്നങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ട്. താൻ ജനിച്ചത് ഈ ഒരൊറ്റ കാര്യത്തിനു വേണ്ടിയാണെന്നും അതൊഴിച്ചാൽ താൻ എന്ന വ്യക്തിയുടെ ജന്മം ആരും ആഗ്രഹിച്ചിരുന്നില്ല എന്നും അവർക്ക് ഭാവിയിൽ തോന്നിയേക്കാം. ചില പ്രത്യേക തരത്തിലുള്ള ജനിതക പ്രശ്നങ്ങൾ ഇങ്ങനെ ജനിക്കുന്ന കുട്ടികളിൽ താരതമ്യേന കൂടുതലായാണ് കാണാറുള്ളത്. ഈ ജനിതക ബയോടെക്നോളജി ഉപയോഗിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ചില നിസ്സഹായമായ അവസ്ഥകളിൽ ഇത് അനുവദിക്കണമെന്നും പലരും വാദിക്കുന്നുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.